നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. നാനോ ടെക്നോളജിയാണ്. ഇത് തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നാനോ ടെക്നോളജി മീൻസ് നമ്മൾ നാനോമീറ്റർ എന്നൊക്കെ കേട്ടിട്ട് സൈസ് എന്തായിരിക്കും? വളരെ സ്മോളായിരിക്കും. നാനോ ടെക്നോളജി ഈസ് ദ ഫ്യൂച്ചർ വേൾഡ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ വേൾഡിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ നാനോ ലെവലിലേക്കുള്ള ആപ്ലിക്കേഷനായിട്ട് വരും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, then what is nanoscience and nanotechnology? It is the design, characterization, production and application of structures, devices and systems by controlled manipulation of size and shape at a nanometer scale. അത് നാനോമീറ്റർ സ്കെയിൽ, അത് സ്മോളർ സൈസിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ സ്ട്രക്ചറ്, ഡിസൈന്, പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. അത് ഈ സ്മോളർ പാർട്ടിക്കിൾസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ നാനോ സൈസുള്ള പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ സ്റ്റഡി തന്നെയാണ് നമ്മളെന്തെന്ന് പറയുക, നാനോ സയൻസ് എന്ന് പറയാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ നാനോ ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ടോട്ടലായിട്ടുള്ളതാണ് നാനോ ടെക്നോളജി. അപ്പം ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ സൈസ് സ്മോളർ ആയിട്ടുള്ള, അത് നാനോ ലെവൽ സൈസുള്ള പാർട്ടിക്കിൾസിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി, ആപ്ലിക്കേഷൻ, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സയൻസ് ഈസ് നോൺ ആസ് നാനോ സയൻസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആർ കോമൺലി നോൺ ആസ് നാനോ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഓർ നാനോ ടെക്നോളജി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നാനോ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു കമ്പാരിസണിലൂടെയാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. Suppose red blood cells is 7000 nanometer wide. A water molecule is almost 0.3 nanometer across. കണ്ടോ, നമുക്ക് നാനോമീറ്റർ ലെവലിലുള്ള പാർട്ടിക്കിൾസാണ് രണ്ടും. പക്ഷേങ്കിൽ രണ്ടിൻ്റെയും സൈസ് ഡിഫറൻസ് നോക്ക്, നാനോമീറ്റർ ലെവലാണെങ്കിലും അത് ഡിഫറെൻ്റ് ഇല്ലേ. അപ്പം നമുക്ക് പഠിക്കാനുള്ള നാനോ ടെക്നോളജി എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനുള്ളത് 100 നാനോമീറ്ററും അതിൻ്റെ ബിലോ ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസിൻ്റെ സ്റ്റഡിയാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പം ഇൻ ദിസ് ചാപ്റ്റർ നാനോ ടെക്നോളജി വി ഡീൽസ് വിത്ത് ദ പാർട്ടിക്കിൾസ് വിത്ത് ദ സൈസ് 100 നാനോമീറ്റർ ആൻഡ് ബിലോ. ഓക്കെ, 100 നാനോമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ്, കൺസ്ട്രക്ഷൻ, സിന്തസിസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, before that, what is nanoscience is very important. നമ്മൾ ഫ്യൂച്ചർ വേൾഡ് എന്നാണ് പറയുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസണാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്പ്ലെയിൻ സർഫസ് ടു വോളിയം റേഷ്യോ ഓഫ് നാനോ മെറ്റീരിയൽസ്. ഞാനത് ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് തന്നെയാണ് ഈ നോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇവിടെ ഇതൊരു ക്യൂബാണ്. ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ എല്ലാ സൈഡും ക്യൂബ് ഈക്വൽ ആയതുകൊണ്ട് എ ക്യൂബ് 3 × 3 × 3 എന്ന് പറയുമ്പോൾ 27 വരും. ഇനി ഒരു സർഫസിലെ ഏരിയ അതെന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്താ വരിക? 3 × 3 = 9. അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ട് ഒരു ക്യൂബിന്? 6 ഫേസസ് ഇല്ലേ? അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എത്രയായി? ഒരു സൈഡിൻ്റെ 9 ഇൻറ്റു അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ട്? 6. 9 × 6 = 54. അപ്പോൾ സർഫസ് ടു വോളിയം റേഷ്യോ, സർഫസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ സർഫസ് ഏരിയ 54ഉം കിട്ടി, വോളിയം എന്നുള്ളത് 27 ആണ്. 54/27 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ സർഫസ് ഏരിയ ആണ് ഇതിവിടെ കൂടുതലായിട്ട് വരിക. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നാനോ സയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു ബൾക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതായത് ഒരു ഫുള്ളായിട്ടുള്ള ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ ലെയേഴ്സ് കൊണ്ടാണ്. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ ലെയേഴ്സിൻ്റെ സൈസ് എന്തായിരിക്കണം? നാനോ ലെവലിലായിരിക്കണം. അതാണ് ഈ സെക്കൻഡ് ഫിഗറിൽ ഒരു റെഡ് റൗണ്ടിലുള്ളത് ഒരൊറ്റ ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ. അതിനെ ഡിവൈഡ് ചെയ്ത്, ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് നാനോമീറ്റർ സൈസുള്ള, അപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ടോ, നാനോമീറ്റർ ലെവലിലുള്ള സ്മോളർ പാർട്ടിക്കിൾസായിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത്
അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത്, നമ്മൾ നേരത്തെ ക്യൂബ് നോക്കിയില്ലേ, ടോട്ടൽ ക്യൂബിൻ്റെ വോളിയം, പിന്നെ ആ ക്യൂബിനെ ഓരോ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഓരോ ഫേസിൻ്റെ ഏരിയ 9, അങ്ങനെ 654. അപ്പോൾ അങ്ങനെയുള്ള നാനോ പാർട്ടിക്കിൾസിലെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും, അതാണ് നാനോ പാർട്ടിക്കിൾസ്. ഇതുകൊണ്ടാണ് അത് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് തന്നെ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മെനി ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യും. നമ്മൾ ആപ്ലിക്കേഷൻ വരുമ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾ ഈസ് ദാറ്റ് ദെയർ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെൻ്റ് ആണ്. കൺഫൈൻമെൻറ്റ് എന്ന് പറയുമ്പം ഒരു റീജിയനിൽ ഇൻക്ലൂഡായി നിൽക്കുക. ഇപ്പോൾ നാനോ പാർട്ടിക്കിൾസ്, ഇപ്പോൾ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ സ്മോളർ പാർട്ടിക്കിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് അറ്റോമിക് ലെവലിൽ അല്ലെങ്കിൽ മോളിക്കുലർ ലെവലിലുള്ള പാർട്ടിക്കിൾസാണ് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ, അതായത് ഒരു റീജിയൻ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു റീജിയനിൽ മാത്രം എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അറ്റോമിക് ലെവലിലുള്ള അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആ ബൾക്ക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൊളീഷൻ നടക്കാം, അല്ലെങ്കിൽ വോൾസ് പോയിട്ട് അതെന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അതിനുള്ളിലുള്ള ഒരു റാൻഡം മോഷൻ ആയതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ചെയ്യാം, ഇലക്ട്രോണിക് പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യും. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു റീജിയനിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉള്ളൂ. ആ ഒരു റീജിയൻ, ആ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ മൂവ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയാം. ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് നടക്കണമെങ്കിൽ ഈ പാർട്ടിക്കിൾ, നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ സൈസിനോട് ഈക്വൽ ആയിരിക്കണം. ഓൾമോസ്റ്റ് ഈക്വൽ ആയാൽ മതി. സൈസ് ഓഫ് ദി നാനോ പാർട്ടിക്കിൾ ഈസ് ഓൾമോസ്റ്റ്ലി ഈക്വൽ ടു ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് അത്രയും സൈസ് ചെറുതായിരിക്കണം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്രയും സ്മോളറാണ്. ഇതൊന്നാണ് പറയുന്നത്. ഇതാണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. നെക്സ്റ്റ് നാനോ സയൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു ടേം പറയും, അതാണ് എക്സൈറ്റൺ. എക്സൈറ്റൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺഫൈൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ളൊരു നാനോ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഇലക്ട്രോൺസും ഉണ്ടാവും, ഹോൾസും ഉണ്ടാവും. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജഡും ഹോൾസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജഡും, മാസ് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂളം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അട്രാക്ഷനിലായതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടി എന്താകും, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ റീജിയൻ്റെ ഉള്ളിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ക്വാഷി പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഇലക്ട്രോൺ ഹോൾ പെയറിൻ്റെ ക്വാഷി പാർട്ടിക്കിൾ എന്ന് പറയും. ചാർജ്ലെസ് പാർട്ടിക്കിളാണ്, പക്ഷേ അതിന് എനർജി ക്യാരി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നാനോ പാർട്ടിക്കിൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പം നാനോ സൈസുള്ള പാർട്ടിക്കിൾസ് ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു റീജിയൻ, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയും. ആ കൺഫൈൻമെൻറ്റിലെ റീജിയനിൽ ഇലക്ട്രോൺ ഹോൾ സ്പേസ് കൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ ഇങ്ങനെ ന്യൂട്രൽ ആണെങ്കിലും ഒരു നാനോ പാർട്ടിക്കിൾസിന് എപ്പോഴും എന്ത് ചെയ്യും, എനർജി ക്യാരി ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സൈറ്റൺ ബോർ റേഡിയസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസ് ക്ലിയർ അല്ലേ? നാനോ ടെക്നോളജി എന്ന് പറയുമ്പം നാനോ സൈസുള്ള പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അപ്ലിക്കേഷൻ, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നാനോ സയൻസ് എന്ന് പറയുക. നാനോ സയൻസിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജിനെ നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയും. ഈ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ബൾക്ക് പാർട്ടിക്കിൾസിനെ നാനോ സൈസുള്ള പാർട്ടിക്കിൾസായിട്ട് കംപ്രൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് എന്താ നോക്കിയത്, നാനോ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ബൾക്ക് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനാണ് നമ്മളെ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റിലുള്ള ആ റീജിയനിൽ ഇലക്ട്രോൺ ഹോൾസ് ഈക്വലായിട്ട് എപ്പോഴും ഈക്വലായിരിക്കും ഒരു പാർട്ടിക്കിൾസിൽ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഹോൾ സ്പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ബോർ എക്സൈറ്റോൺ എന്ന് പറയും.
അങ്ങനെയുള്ള എക്സൈറ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഹോൾ സ്പേസ് കമ്പൈൻ ചെയ്ത് ന്യൂട്രലായി ഒരു ക്വാഷി പാർട്ടിക്കിൾ വിച്ച് ക്യാരി എനർജി. ഓക്കെ, അപ്പോൾ നാനോ ടെക്നോളജീൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വരുന്നതാണ് ഇത്രയും എന്താണെന്നുള്ളതും എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളതും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത്, കൺഫൈൻമെൻറ്റ്, എക്സൈറ്റോൺ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദി ഡയമെൻഷനാലിറ്റി ഓഫ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. അത് നമ്മൾ ആ റീജിയൻ 1 ഡയമെൻഷനാണോ 2 ഡയമെൻഷനാണോ 3 ഡയമെൻഷനാണോ അങ്ങനെ നോക്കിയിട്ടുള്ള കൺഫൈൻമെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡയമെൻഷൻ 0 ആണെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചർ ബൾക്ക് സ്ട്രക്ചർ, കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് പറയുക. അതൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇങ്ങനെ 2 ഡയമെൻഷനിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ടം ഷീറ്റ് അല്ലെങ്കിൽ ലാറ്റിസ്. ക്വാണ്ടം ഷീറ്റ് അല്ലെങ്കിൽ സൂപ്പർ ലാറ്റിസ് എന്ന് പറയും. ഇനി ക്വാണ്ടം കൺഫൈൻമെൻറ്റ് 2 ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ റീജിയനിൽ മാത്രമായിരിക്കും. അതിന് നമ്മൾ ക്വാണ്ടം വയർ എന്ന് പറയും. ഇനി അതിന് ഫ്രീ ആയിട്ട് മൂവ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ബൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, അത് ഫ്രീ ആയിട്ടുള്ള മോഷനൊന്നുമില്ല, അങ്ങനെയുള്ള ക്വാണ്ടം കൺഫൈൻമെൻറ്റ് 3 ആണ്. ക്വാണ്ടം കൺഫൈൻമെൻറ്റ് 3 അതിന് നമ്മൾ പറയുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്വാണ്ടം ഡോട്ട്. അപ്പോൾ ബൾക്ക് സ്ട്രക്ചർ ക്വാണ്ടം ഷീറ്റ് 2, ക്വാണ്ടം വയേഴ്സ് ആണെങ്കിൽ 1 ഡയമെൻഷനൽ, ക്വാണ്ടം ഡോട്ട് ആണെങ്കിൽ അത് നമ്മൾ ഫ്രീ ഡയമെൻഷൻ, നമ്പർ ഓഫ് ഫ്രീ ഡയമെൻഷൻ ഒന്നുമില്ല, അത് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഓരോ ഡയമെൻഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ 0 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ്. അത് ഫ്രീ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒന്നുമില്ല, അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുക. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം ഡോട്ട് എന്ന് പറഞ്ഞത് അല്ലേ. എക്സാമ്പിളായിട്ട് അതൊരു ചെറിയൊരു സ്ഫിയർ പോലെ ഒരു പൊസിഷനിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബോർ എക്സൈറ്റോൺ, അതായത് ഇലക്ട്രോൺ ഹോൾ പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 100 നാനോമീറ്ററിലും കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ളതിനാണ് 2 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറായിട്ട് വരാം. അവിടെ ഹൈറ്റ് ചിലപ്പം 100 നാനോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബോർ എക്സൈറ്റോൺ ആയിരിക്കും. പക്ഷേ എങ്കിൽ ബ്രെഡ്ത്തും ലെങ്ത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യും. പക്ഷേ ഡയമെൻഷനിൽ 100 നാനോമീറ്റർ എബോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളതൊരു ഷീറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുക, 2 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, 0 ഡയമെൻഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ക്വാണ്ടം ഡോട്ടിൻ്റെ ഒരു സ്ഫിയർ ഷേപ്പ് ചെയ്ത് ഇപ്പോൾ ഫിഗറിൽ കാണുമ്പോഴാണ് വലുതായിട്ടുള്ളത്, ആക്ച്വലി ഒരു ഡോട്ട് പോലെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറാണ്. 1 നാനോമീറ്റർ സ്കെയിലിൽ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, അതായത് 100 നാനോമീറ്റർ ബിലോ ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചർ എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ക്വാണ്ടം വയേഴ്സ് അല്ലെങ്കിൽ നാനോ വയേഴ്സ്. അപ്പം നമ്മുടെ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. സോറി 4. 3 ഡയമെൻഷൻ, 0 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 1 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ ആലോചിച്ച് വെക്കുക, വയേഴ്സ്. 0 ഡയമെൻഷൻ ആണെങ്കിൽ ഡോട്ട്, 2 ഡയമെൻഷൻ ആണെങ്കിൽ ഷീറ്റ്, 3 ഡയമെൻഷൻ ആണെങ്കിൽ അതൊരു ബൾക്ക്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ബൾക്ക് മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബാക്കിയൊക്കെ അതിന് പറയുന്ന കോമൺ ആയിട്ടുള്ള പേരുകളാണ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. അത് നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ പാർട്ടിക്കിൾസ്, നാനോ പാർട്ടിക്കിൾസിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ സർഫസ് ടു വോളിയം റേഷ്യോ ആയിരുന്നു. അതേപോലെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓരോ പ്രോപ്പർട്ടീസാണ് നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫുൾ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് വൈസ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഇതുവരെ എടുത്ത സെക്ഷൻസ് ക്ലിയർ അല്ലേ? നാനോ ടെക്നോളജി,
നാനോ ടെക്നോളജി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നാനോ സൈസ് ആയിരിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത് സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പിന്നെ നാനോ ടെക്നോളജി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു റീജിയൻ ഉണ്ടാവും, ഒരു ബൗണ്ടഡ് റീജിയൻ. അതിനെ നമ്മൾ കൺഫൈൻമെൻറ്റ്, ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയും. ഈ ക്വാണ്ടം കൺഫൈൻമെൻറ്റിലെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ബോർ എക്സൈറ്റോൺ പഠിച്ച് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഡയമെൻഷണൽ ക്ലാസിഫിക്കേഷൻ, നെക്സ്റ്റാണ് നമുക്ക് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ യങ് സ്മോൾനെസ്. യങ് സ്മോൾനെസ് ഹൈ ആണെങ്കിൽ അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കുറവായിരിക്കും, കൂടുതലായിരിക്കും. പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി കുറവായിരിക്കും. പിന്നെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിന് എത്രത്തോളം സൈസ് ചെറുതാക്കുന്നു അതിന് അത്രത്തോളം ഹാർഡ്നെസ് കൂടുതലായിരിക്കും. ഇതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഹൈ യങ് സ്മോൾനെസ് ഹൈ ആയതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഹൈ, പ്ലാസ്റ്റിസിറ്റി ലോ. ഒരു കമ്പാരിസൺ ആയിട്ട് കണ്ടോ, യങ് സ്മോൾനെസ്സിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആകുന്ന സമയത്ത് അതിൻ്റെ യങ് സ്മോൾനെസ്സിൻ്റെ ഡിഫറൻസ് കണ്ടോ, എത്ര ഹൈ ആണെന്ന് നോക്ക്. അത്രയും ഹൈ ആണ്. അത്രയും ഹൈ ആണെങ്കിൽ അത്രയും ബ്രിട്ടിലും ആയിരിക്കും, അത്രയും ഹാർഡും ആയിരിക്കും. നമുക്ക് കൂടുതൽ ഹാർഡ്നെസ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫോർമേഷനൊക്കെ കുറവായിരിക്കും. ഇലാസ്റ്റിക് ആയിരിക്കും, നല്ല പ്ലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഈസ് ഹൈ യങ് സ്മോൾനെസ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാഗ്നറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഈ നാനോ മെറ്റീരിയൽസിന്. ആ മാഗ്നറ്റൈസേഷൻ മെറ്റീരിയൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ലോസ് ഒന്നും സംഭവിക്കില്ല. പക്ഷേങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യും, അതിന് ലോസ് ആവുകയും ചെയ്യും. വിത്തൗട്ട് എനർജി ലോസിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ഹിസ്റ്റേറിസിസ് എന്ന് പറയുന്ന ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഈ നാനോ മെറ്റീരിയലിൻ്റെ ക്ലസ്റ്റർ, അത് ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്യുന്ന ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസ്, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി ഒരിക്കലും അതിൻ്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം സ്മോളർ സൈസുള്ള പാർട്ടിക്കിൾസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഈ സ്മോളർ സൈസിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റീസും ഡയമെൻഷൻസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ബൾക്കിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസാണ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡാണ്, ലൈറ്റുമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നാനോ മെറ്റീരിയലിൻ്റെ ഒരു ക്ലസ്റ്റർ, ഒരു ബൾക്ക് മെറ്റീരിയൽ ഫോം ചെയ്തു. ഈ ബൾക്ക് മെറ്റീരിയലിന് ഇപ്പോൾ സപ്പോസ് തന്നെ ഒരു കളർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ നാനോ മെറ്റീരിയലിൻ്റെ കളറും നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പം രണ്ടിൻ്റെയും കളറിന് ഡിഫറൻസ് ഉണ്ടാകും. ഇതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ബൾക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലാർജർ സൈസുള്ള മെറ്റീരിയൽ അല്ലേ. ലാർജർ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു നാനോ മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സൈസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സൈസ് ഡിഫറെൻ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റിൻ്റെ എഫക്റ്റും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. ഇതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നാനോ മെറ്റീരിയൽസിൻ്റെ വരുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സൈസ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് നെക്സ്റ്റ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ടഫർ ആൻഡ് ഹാർഡർ കട്ടിംഗ് ടൂൾസ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് ഭയങ്കര ബ്രിട്ടിലായിരിക്കും, ഹാർഡർ ആയിരിക്കും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നാനോ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബ്രിട്ടിൽ അല്ലെങ്കിൽ ഹാർഡുള്ള മെറ്റീരിയൽസ് നമ്മൾ കട്ട് ചെയ്യാനുള്ള ടൂളായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡക്റ്റൈൽ ആയിരിക്കുന്നതാണ്. ഡക്റ്റിലിറ്റി, മാലബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഡക്റ്റൈൽ മെറ്റീരിയൽ ആയതുകൊണ്ട് സെറാമിക്സ് ആയിട്ട്, മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന സെറാമിക്സ് ആയിട്ട് നമ്മൾ ഇതിനെ നാനോ മെറ്റീരിയൽസിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷനായിട്ട് വരുന്നത് ഡിസ്പ്ലേയിലൊക്കെ യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ ഡിസ്പ്ലേയിലൊക്കെ ഇപ്പോൾ ട്രാഫിക് സിഗ്നലൊക്കെ ആണെങ്കിൽ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ, റെഡ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും. അപ്പോൾ ഈ കളർ ചേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന നാനോ മെറ്റീരിയൽസിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ്. അതായത് ഇതിന് കോസ്റ്റും കുറവായിരിക്കും, കൂടുതലായിട്ട് നമുക്ക് ഇഫക്റ്റീവും ആയിരിക്കുള്ള ഒരു സിറ്റുവേഷനാണിത്. അപ്പോൾ ലോ കോസ്റ്റ് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു വെഹിക്കിൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് നമ്മൾ ഏതെങ്കിലും നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് കൊണ്ടുണ്ടാകുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഒന്നും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വന്നിട്ട് എയർ പൊല്യൂഷൻ ഒഴിവാകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പൊല്യൂഷൻ കൺട്രോളായിട്ട് എലിമിനേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ആണ് വെഹിക്കിൾസിലാണ് മെയിനായിട്ടുള്ളത്. ഈ പൊല്യൂഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറ്റലിസ്റ്റായിട്ടാണ് ഇവിടെ നാനോ മെറ്റീരിയൽസ് ആക്ട് ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് എലിമിനേഷൻ പൊല്യൂട്ടൻസ് എന്നതിന് കോമൺ ആയിട്ട് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ട് തരാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതിയിട്ട് പിന്നെ നെക്സ്റ്റ് ഈ 4 പോയിൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇത്രയും സെക്ഷൻസാണ് നിങ്ങൾക്ക് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ ചെറിയൊരു മൊഡ്യൂളാണ്. ഇത് യൂഷ്വലി നമ്മളൊരു സെമിനാർ പോലെയാണ് പ്രസൻറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ നാനോ ടെക്നോളജി സെക്ഷൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സുകൾ, ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സെക്ഷനിലുള്ള മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു.